ഇടിമിന്നലേറ്റ കണ്ണമ്പടി പുന്നപ്പാറയിൽ വീടിന് കേടുപാടുകളും 2 പേർക്ക് പരിക്കുമേറ്റു. പുന്നപ്പാറ തെക്കേടത്ത് ലീലിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ലീലിയുടെ തലയ്ക്കും കണ്ണിനും സമീപവാസിയായ ഉറുമ്പിൽ രമേശിന് കാലിനുമാണ് പരിക്കേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ വൈകിട്ട് ശക്തമായ മഴയാണ് മേഖലയിൽ ഉണ്ടായത്. ഇതോടൊപ്പമാണ് ഇടിയും മിന്നലും ഉണ്ടായത്. തെക്കേടത്ത് ലീല ഈ സമയം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്നു. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ രമേശ് മഴ പെയ്തപ്പോൾ ലീലയുടെ വീടിന് മുന്നിലെ പടുതാ ഷെട്ടിൽ കയറി നിന്നു. ഈ സമയം ലീലയുടെ വീടിന് ഇടിമിന്നലേൽക്കുകയും ലീല മറിഞ്ഞു വീഴുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തറ വിണ്ടുകീറുകയും തറയിൽ പതിപ്പിച്ചിരുന്ന ടൈലുകൾ പൊട്ടിത്തെറിച്ച പടുതാ ഷെട്ടിൽ നിന്നിരുന്ന രമേശിന്റെ 2 കാലുകളിലും തറച്ചു കയറുകയും ചെയ്തു. മഴ പെയ്തപ്പോൾ അവിടെ കയറി നിന്നതാണ്. അപ്പോഴേ ഇടിവെട്ടി ടൈല് തെറിച്ച് കാലയിലോട്ട് കയറുകയായിരുന്നു. ഒത്തിരി അകലെയായിരുന്നു വീണ് തെറിച്ച് ഒത്തിരി അകലച്ചെന്ന് വീണിട്ട് എഴുന്നേറ്റപ്പോൾ ഇതിന് താഴോട്ട് മരച്ചു പോയായിരുന്നു. ലീലയുടെ തലയ്ക്ക് മുഴയുണ്ടാവുകയും കണ്ണിന്റെ കാഴ്ച മങ്ങുകയും ചെയ്തു. രതീഷിന്റെ കാലുകളിലും മുറിവേൽക്കുകയും മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ലീല മക്കളെ വിവരമറിയിക്കുകയും ഉപ്പുതറ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഞാൻ ഇന്നലെ ഒരു 5:30 പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ 5:30 രമേശ് ഇവിടെ പണിയും കഴിഞ്ഞ് വന്ന് ഇവിടെ കയറി മഴയായിട്ട് ഇവിടെ കയറി നിൽക്കുമായിരുന്നു. ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ കട്ടളപ്പടിയെ നിൽക്കുമായിരുന്നു. അന്നേരം ഈ മഴ പെയ്യുന്ന കാര്യം പറഞ്ഞ് ഇടിയൊക്കെ വെട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞു തീർന്നില്ല. ഇടി ബോംബാണോ ഇടിയാണോന്നൊന്നും അറിയത്തില്ല, എന്നാ സംഭവിച്ചതെന്നും അറിയത്തില്ല. അവൻ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു പോയി. ഞാനിങ്ങനെ ഇങ്ങോട്ട് മാറി. ഇങ്ങനെ മാറിയ മാറ്റത്തിന് തല ചെന്ന് ഇടിച്ചതാണോ എന്നാന്നറിയത്തില്ല. തല അങ്ങോട്ട് മുഴച്ചു. അന്നേരം തന്നെ പിള്ളേരാരും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഫോൺ ചെയ്ത് പിള്ളേരെ വരുത്തി. പിള്ളേരെന്നെ ആശുപത്രി കൊണ്ടുപോയി. രമേശിനെ താഴ്ന്ന പിള്ളേരെല്ലാവരും കൂടെ ആശുപത്രി കൊണ്ടുപോയി. ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് ലീല വീട് വാസയോഗ്യമാക്കിയത്. അതാണിപ്പോൾ ഇടിയുടെ രൂപത്തിൽ തകർത്തതും. വീട് അറ്റകുറ്റപ്പണി നടത്താൻ ഈ കുടുംബത്തിന് ഒരു മാർഗവുമില്ലാത്ത സാഹചര്യമാണ്. പരിക്കേറ്റ ലീലയുടെ തല സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി കുടുംബത്തിന് സർക്കാർ സഹായം നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ.